So what's up guys, welcome to my channel. എൻ്റെ പേര് കിഷൻ. യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയാൻ പോകുന്ന യൂട്യൂബ് പോളിസി അനുസരിച്ചിട്ടും യൂട്യൂബേഴ്സിന്റെ അനുസരിച്ചിട്ടാണ് അവരെങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് പോളിസിക്കകത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കുന്നതെന്ന്. യൂട്യൂബിൽ നിന്ന് പല വഴിയും കാശ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ആഡ്സെൻസ്. ഇപ്പൊ ആഡ്സെൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈമും വേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾ എഫേർട്ട് എടുക്കണം. ഞാൻ അതിൻ്റെ താഴെയാണ്, എൻ്റെ ആഡ്സെൻസ് പോലും ആയിട്ടില്ല. അഥവാ അത് ആഡ്സെൻസ് പറഞ്ഞാൽ ഞാൻ 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സ് നേടിയാൽ അത് റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് $100 ആകുമ്പോഴേ അതിൽ നിന്ന് കാശ് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കാശ് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെയൊക്കെ ഉണ്ട്. ആ $100 ആവണമെങ്കിലും കുറേ ടൈം എടുക്കും, ഒരു 4-5 മാസം എടുക്കും. ഇപ്പോൾ വലിയ ചാനൽസ് വല്ലതും ആണെങ്കിൽ ഒരു മാസമോ ഒരു അരമാസം കൊണ്ട് തന്നെ നമുക്ക് $100 സുഖമായിട്ട് എടുക്കാൻ പറ്റും. പറഞ്ഞാൽ 1 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ചാനൽസിന് അങ്ങനെയൊക്കെ. ഓക്കെ, സെക്കൻഡ് വേണം സ്പോൺസർഷിപ്പിൽ നിന്ന്. അതിൽ നിന്നാണ് നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് മെയിൻ റവന്യൂ വരുന്നത്. അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ ആഡ്സെൻസിൽ നിന്നൊന്നും നിങ്ങൾക്ക് അധികം റവന്യൂ വരത്തില്ല, പക്ഷേ സ്പോൺസർഷിപ്പിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് നല്ല എമൗണ്ട് വരുന്നത്. ഇപ്പോൾ കരിക്കിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗ്രോ ആപ്പിനെ പറ്റി, അല്ലെങ്കിൽ ബിസ്മി അജ്മൽ. ഇപ്പോൾ അതുപോലത്തെ സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് മിനിമം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണം, എന്നാലേ സ്പോൺസേഴ്സിന്റെ ആൾക്കാർ വരത്തുള്ളൂ. ാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുകയോ ആൾക്കാരോട് ഇത് മേടിക്കണമെന്ന്, അതുവഴി നിങ്ങൾക്ക് നല്ല റവന്യൂ കിട്ടും. ഇപ്പൊ സ്പോൺസർഷിപ്പിൽ നിന്നും അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിന്നാണ് നിങ്ങൾക്ക് നല്ല റവന്യൂ വരുന്നത്. ഇപ്പൊ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോക്കകത്ത്, OnePlusഉം അസൂസും ഫോൺ പിന്നെയും കൊടുക്കത്തുള്ളൂ, മറ്റേ ബ്രാൻഡ്സ് ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ ബ്രാൻഡ്സും നിങ്ങളുടെ അപ്രോച്ച് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും കാശ് ഉണ്ടാക്കാൻ പറ്റും. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ താഴെയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിന്റെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് വേയാണ് ചാനൽ മെമ്പർഷിപ്പ്. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ ഏതെങ്കിലും സബ്സ്ക്രൈബർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ഡീസൻറ്റ് റവന്യൂ വരും. ഇപ്പോൾ നിങ്ങൾക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 3000-4000 പേരെങ്കിലും നിങ്ങളുടെ മെമ്പർഷിപ്പിൽ നിന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ അവർക്ക് നല്ല ബാഡ്ജസ് കിട്ടും, ഇപ്പോൾ സ്റ്റിക്കേഴ്സ് കിട്ടും. ഇപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിൽ നിന്ന് കൂടുതൽ ആൾക്കാരൊന്നും ജോയിൻ ചെയ്യാറില്ല. അപ്പോൾ അതിൽ നിന്ന് റവന്യൂ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ആഡ്സെൻസ് പോലെയൊക്കെ തന്നെയാണ്, അതിൽ നിന്നും വലിയ റവന്യൂ ഒന്നും വരത്തില്ല, പക്ഷെ പോക്കറ്റ് മണി പോലെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് വേയാണ് സൂപ്പർ ചാറ്റ്. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല റവന്യൂ കിട്ടും. ലക്ക് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ $100 കിട്ടുമായിരിക്കും ഒരു സബ്സ്ക്രൈബറിൽ നിന്ന്, അല്ലെങ്കിൽ 10000 കിട്ടും, ചിലപ്പോൾ $10 കിട്ടും, ചിലപ്പോൾ $1 കിട്ടും. ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ നിങ്ങൾ ലൈവ് സ്ട്രീം വല്ലതും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആൾക്കാർക്ക് നിങ്ങളോട് വല്ലതും പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലൈവ് ചാറ്റിനകത്ത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വായിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ സൂപ്പർ ചാറ്റിൽ നിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ വായിക്കും. അപ്പോൾ അവർ $1 ഡൊണേറ്റ് ചെയ്യേണ്ടി വരും, എന്നാലേ അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വായിക്കണം. അപ്പോൾ അതിൽ നിന്നും നല്ല റവന്യൂ കിട്ടും. ഇപ്പോൾ ഗെയിമിംഗ് ചാനൽ വല്ലതും ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറെ ചാനൽ വല്ലതും ആണെങ്കിൽ, ടെക് ചാനൽ വല്ലതും ആണെങ്കിൽ, സൺഡേ Q&A പോലെ പല കാര്യങ്ങൾ ലൈവ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഡീസൻറ്റ് റവന്യൂ കിട്ടും. നല്ല എമൗണ്ട് കിട്ടുമായിരിക്കും ലക്ക് അനുസരിച്ചിട്ട്. നെക്സ്റ്റ് വേയാണ് മർച്ചൻഡൈസ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡീസൻറ്റ് എമൗണ്ട് കിട്ടും, പക്ഷേ അത് കുറവായിരിക്കും മറ്റേതിന് വെച്ച് നോക്കുവാണെങ്കിൽ. മർച്ചൻഡൈസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്വന്തമായിട്ട് പേരുള്ള ഷർട്ട് വിൽക്കാം, കപ്പ് വിൽക്കാം, തൊപ്പി വിൽക്കാം, അതുപോലെ പല പ്രൊഡക്ട്സും നിങ്ങൾക്ക് വിൽക്കാം. സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും നിങ്ങൾ 10000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളായിട്ട് സാധനങ്ങൾ വിൽക്കാം. അതിൽ നിന്നും ഡീസൻറ്റ് എമൗണ്ട് കിട്ടും, പക്ഷെ ആൾക്കാർ അധികം ഒന്നും മേടിക്കാറില്ല. അപ്പോൾ അതിൽ നിന്നും റവന്യൂ ഒന്നും അധികം എക്സ്പെക്ട് ചെയ്യണ്ട. ആഡ്സെൻസിൽ നിന്നും സൂപ്പർ ചാറ്റിൽ നിന്നും മർച്ചൻഡൈസിൽ നിന്നും നിങ്ങൾക്ക് കാശ് പ്രതീക്ഷിക്കുക വേണ്ട. എസ്പെഷ്യലി ആഡ്സെൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ടേ വരത്തുള്ളൂ. അതും $100 ആകുമ്പോഴേ എടുക്കാൻ പറ്റത്തുള്ളൂ. മർച്ചൻഡൈസിൽ നിന്നും സൂപ്പർ ചാറ്റിൽ നിന്നും നിങ്ങൾക്ക് പിന്നെയും കാശ് കിട്ടുമായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡീസൻറ്റ് റവന്യൂ കിട്ടും. ഇപ്പം നിങ്ങൾ ലൈവ് സ്ട്രീം എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് വഴി $100 ആൾക്കാർ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ആൾക്കാർ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇതായിരുന്നു യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയ വഴികൾ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴി അറിയെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.